approximately 2 weeks remaining for exams, and what are you supposed to do? You're not supposed to do anything except what you had planned to do. നിങ്ങളെ പ്ലാന് ചിലപ്പോൾ സ്റ്റഡീസ് ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ 3 റൗണ്ട് റിവിഷനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, അതിൽ ചിലപ്പോൾ ഒരു റൗണ്ട് റിവിഷൻ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. വാട്ട് മാറ്റേഴ്സ് ഇസ് ലൈക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാറുള്ള മാതിരി നമ്മൾ ഈ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജി ഒക്കെ സെറ്റ് ചെയ്യാറ് പൊതുവെ കുറച്ച് ഹൈ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും, സോ ദാറ്റ് ഇറ്റ് കീപ്സ് യു മൂവിങ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ അങ്ങനെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത്. സോ ഈവൻ ഇഫ് അത് കംപ്ലീറ്റ്ലി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, യു നീഡ് നോട്ട് പാനിക് അബൌട്ട് ദാറ്റ്. വൺ തിങ്. സെക്കൻഡ് തിങ്, ഈ സമയത്ത് ചിലപ്പോൾ ഒരുപാട് ഒപ്പീനിയൻസ് വന്നുകൊണ്ടിരിക്കും. നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറേ പേര് ചിലപ്പോൾ ആ ബുക്ക് ട്രൈ ചെയ്യണം, ഈ ബുക്ക് ട്രൈ ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യണം, ഈ ചാപ്റ്റർ കമ്പൽസറി ചെയ്യണം, അങ്ങനെയാണ് എങ്ങനെയാണ്. നിങ്ങൾ ചിലപ്പോൾ അതിലൊക്കെ വീക്കായിരിക്കും. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ ഈ സമയത്ത് ഒരുപാട് പുതിയ പുതിയ ഒപ്പീനിയൻസ്, പുതിയ പുതിയ സ്ട്രാറ്റജി ഒന്നും ട്രൈ ചെയ്യാൻ നിൽക്കാതെ, സ്വാഭാവികമാണ് നമ്മൾ ചിലപ്പോൾ പാനിക് അടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സൊല്യൂഷന് വേണ്ടി തപ്പാൻ പോകുമ്പോൾ ഒരുപാട് ഏരിയാസ്, ഒരുപാട് ഒപ്പീനിയൻസ് കേട്ടു പോകും. അതൊക്കെ പലപ്പോഴും ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ ഹാമാണ് ഉണ്ടാക്കുക. എങ്ങനെ പോയാലും നമുക്ക് പേപ്പർ ക്ലിയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അതിലെന്തായാലും ഉണ്ടാകും. നമ്മൾ എത്ര വീക്ക് കാര്യങ്ങൾ പറഞ്ഞാലും ബേസിക് ആയിട്ട് പേപ്പർ ക്ലിയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. ദി തിങ് ഈസ് നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി പോകണം, എന്നാലേ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോപ്പർലി ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഫെയിൽ ആവുന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ പ്രിപ്പറേഷൻ ചിലപ്പോൾ ലോജിക്കലി നമ്മൾ പാസ്സാക്കാൻ മാത്രം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഉണ്ടാവണം എന്നില്ല. ബട്ട് ദ പോയിന്റ് ഇസ് നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ യു സ്റ്റേ അവേ ഫ്രം ഓൾ ദി നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ. അത് ഇന്നും ഇന്നലും തുടങ്ങിയൊന്നുമല്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഇപ്രാവശ്യം CA ഫൗണ്ടേഷനിൽ ലോയിൽ 3 ദിവസം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ദിവസം ഉണ്ടാകുമ്പോൾ പേപ്പർ ടഫ് ആവുമോ? ഒരു ദിവസം എക്സാംസിനുള്ളൂ എന്നുള്ളതുകൊണ്ട് പേപ്പർ ഈസി ആവണം എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടോ? സോ ഇറ്റ്സ് ഓൾ അബൌട്ട് വെറുതെ സ്പെക്കുലേഷൻസ് ആൻഡ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല എക്സെപ്റ്റ് ദാറ്റ് നമ്മൾ പാനിക് ആവുക എന്നല്ലാതെ. വിത്ത് ഓൾ ദാറ്റ് ബീങ് സെഡ്, ബി പ്രിപ്പയർഡ്. ഫസ്റ്റത്തെ എക്സാം ചിലപ്പോൾ നല്ല ട്രിക്കി ആയിരിക്കും, ചിലപ്പോൾ നല്ല ലെങ്തി ആയിരിക്കും. അല്ല സാറേ അപ്പോൾ നിങ്ങളെന്നല്ല ഇപ്പോൾ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ് കേൾക്കാതൊക്കെ എന്നുള്ള. സി, വെൻ ഐ സേ ദിസ്, ദ റീസൺ ദാറ്റ് ഐ എം സേയിങ് ഇസ്, നിങ്ങൾ ജനുവരി എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ എഴുതുക. അത് എഴുതാതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ 100 കൂട്ടം കാരണങ്ങളുണ്ടാവും. ബട്ട് വാട്ട് എവർ ഹാപ്പൻസ് നിങ്ങൾ അത് എഴുതുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ മേക്ക് ഷുവർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഐസേ ഇമോഷണലി ഇല്ലാതാക്കും, അത്യാവശ്യം നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട്. പലപ്പോഴും കാണാറുള്ള ട്രെൻഡ് എന്താ വെച്ചാൽ ഫസ്റ്റ് എക്സാമിൽ പലപ്പോഴും സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഹയർ മാർക്സ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ ഫസ്റ്റ് എക്സാമിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി കാരണം അവർക്ക് ബാക്കിയുള്ള എക്സാംസ് വേണ്ട പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസും ആ ഫസ്റ്റ് എക്സാമിൻ്റെ ആ ടെക്നിക്കാലിറ്റി അവർ സബ്സിക്വൻറ്റ് സബ്ജക്ട്സിനാണ് എഫക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ മേക്ക് ഷുവർ യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ് മിസ്റ്റേക്ക്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അറിയുന്ന ആൻസേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓട്ടോമാറ്റിക്കലി അതൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ആൻഡ് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കറക്റ്റായിട്ട് അവരുടെ റിക്വയർമെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുള്ള ഉറപ്പ് വരുത്തുക. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തോളൂ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ. വെറുതെ ഒരു ഹറിബറിയിൽ ക്വസ്റ്റ്യൻ ഒരു 80% മനസ്സിലായിട്ട് പിന്നെ ആൻസർ എഴുതി തുടങ്ങി പിന്നെയാണ് മനസ്സിലാവുന്ന റിക്വയർമെൻറ്റ് ഇതല്ല, അത് വെറുതെ പാനിക് ഉണ്ടാക്കിയുള്ളൂ. സോ മേക്ക് ഷുവർ യു ഇൻവെസ്റ്റിംഗ് സം ടൈം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ള ടൈം, അത് ടൈം വേസ്റ്റ് അല്ല, അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ ബെറ്റർ പ്രിപ്പറേഷൻ. ദാറ്റ്സ് ഇറ്റ്. ബിസൈഡ്സ് ദാറ്റ് എൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഞാൻ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഡൗട്ട് ക്ലിയറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTPയുടെ ഡിസ്കഷൻ വീഡിയോസ് ഫൗണ്ടേഷൻ്റെ ഇട്ടിട്ടുണ്ട്, ഇൻ്റർമീഡിയറ്റിൻ്റെ ഇട്ടിട്ടുണ്ട്. സോ നോർമലി നമ്മൾ പറയാറുള്ളത് നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTP ട്രൈ ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. സോ ആ ഏരിയസൊക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ട്. ആൻഡ് ബിസൈഡ്സ് ദാറ്റ് എൻ്റെ ഡൗട്ട് ക്ലിയറിങ് കമ്മ്യൂണിറ്റി ഉണ്ട്, which if you haven't joined it, make sure you're joining, because നമ്മൾ അതിൽ thousands of students ഓൾറെഡി ജോയിൻഡ് ആണ്. ആൻഡ് നമ്മൾ അവരെ റെഗുലർ ബേസിസിൽ അതിൻ്റെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവുകയാണ്. നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ട്, പക്ഷേ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. ബട്ട് അതിലല്ല ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷത്തെ അറ്റംപ്റ്റിലെ അമെൻമെൻറ്റ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില റെലവൻറ്റ് ടോപ്പിക്സ് പല സ്റ്റുഡൻസിനും ഡൗട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുള്ളതുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ CSRൻ്റെ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ഓർ ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ എൻറ്റയർ റിവിഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ യെപ്പ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഡു വെൽ.